നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റ് വിത്തും വിത്തവും. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. SV വേണുഗോപൻ നായർ രചിച്ച SV-യുടെ കഥകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണ് ജോസഫ്. ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. SV വേണുഗോപൻ നായർ മലയാള സാഹിത്യകാരനായ SV വേണുഗോപൻ നായർ നെയ്യാറ്റിൻകര താലൂക്കിലെ കാരോട് ജനിച്ചു. വിവിധ കോളേജുകളിൽ മലയാളം അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമാണ്. പ്രധാന കൃതികൾ: കഥാസമാഹാരങ്ങൾ ആദിശേഷൻ, ഗർഭശ്രീമാൻ, മൃതിതാളം, രേഖയില്ലാത്ത ഒരാൾ. ഈ കൃതിക്ക് ഇടശ്ശേരി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തിക്തം, തീക്ഷ്ണം, തിമിരം, ഭൂമിപുത്രന്റെ വഴി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ കൃതിക്ക്. ഒറ്റപ്പാലം, കഥകളതിസാദരം, എൻ്റെ പരദൈവങ്ങൾ. പഠനം: വാത്സല്യം CV-യുടെ ആഖ്യായികകളിൽ. ചുവന്ന അകത്തളത്തിൻ്റെ കിനാവ് എന്നുള്ളത് അദ്ദേഹം എഴുതിയ തർജ്ജമയാണ്. കഥ വായിക്കുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന അനുബന്ധ വാക്യത്തിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാം. മണ്ണില്ലെങ്കിൽ എവിടെ വിതയ്ക്കും, വിതയില്ലെങ്കിൽ എങ്ങനെ കൊയ്യും, കൊയ്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ണും. ജീവിതം തളിർക്കുന്നതും പൂക്കുന്നതും മണ്ണിലാണ്. മനുഷ്യവികാസത്തിൻ്റെ ഓരോ ചുവടുവയ്പിലും അടിത്തറ മണ്ണ് തന്നെ. മണ്ണില്ല എങ്കിൽ വിതയും കൊയ്ത്തും വിളവുമില്ല. കൃഷി മലയാളിക്ക് ജീവിതം തന്നെയായിരുന്നു. കൃഷിഭൂമിക്ക് നഷ്ടം സംഭവിക്കുന്ന ആനുകാലിക സാഹചര്യമാണ് ഈ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. കൃഷിഭൂമി ഇല്ലാതാകുന്നതോടെ വിളയിറക്കലും വിളവെടുപ്പും ഇല്ലാതാകുന്നു. ഇതിൻ്റെ ഫലമായി ഭക്ഷ്യദൗർലഭ്യവും പട്ടിണിയും ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷയുടെ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ ഇല്ലാതിരിക്കുന്ന ഈ ഒരു അപകടം നിറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ജോസഫ് എന്ന കഥ വായിക്കാം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലെത്തിയത്. വെറുതെ ഒരു സന്ദർശനം. വരവിൻ്റെ പ്രഥമ ശുശ്രൂഷകൾ കഴിഞ്ഞപ്പോൾ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാനിറങ്ങി. അന്നേരം എൻ്റെ മനസ്സിൽ നിറഞ്ഞു തെളിഞ്ഞത് ജോസഫിൻ്റെ രൂപമാണ്. പണ്ട് കുടുംബത്തിൽ പാടവും പറമ്പും ധാരാളമുണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ പ്രധാന കൃഷിക്കാരനായിരുന്നു ജോസഫ്. നിലം ഉഴുക അയാളല്ല, അതൊക്കെ കീഴ്ത്തൊഴിലാളികളുടെ കർമ്മം. ഉഴവു കഴിഞ്ഞ് പാടം മരമടിക്ക് പാകമായാൽ ഒരു ചെറുബാല്യക്കാരൻ ജോസഫിൻ്റെ കൂരയിലേക്ക് ഓടും. ആ അറിയിപ്പ് എത്തിയാൽ തലയിലൊരു ചുട്ടിത്തോർത്ത് കെട്ടി 2 കൈയും ആഞ്ഞു വീശി അയാൾ ഒരു വരവുണ്ട്. പാടവരമ്പത്ത് നിൽക്കുന്ന അച്ഛനെ ഒന്ന് വണങ്ങിയിട്ട് പാടത്തിറങ്ങി ഒരുക്കി നിർത്തിയിരിക്കുന്ന മരത്തിൽ വലങ്കാൽ വെച്ചു കയറി കാളകളുടെ കടിഞ്ഞാണൊന്ന് വെട്ടി വലിച്ചിട്ട് ഒരൊറ്റ ആക്രോശം. ഉരുക്കൾ പറന്നു തുടങ്ങും. ഇടം വലം ചാട്ടപായിച്ചും കടിഞ്ഞാൺ ഇളക്കിയും ഉദ്ധതനായ തേരാളിയുടെ ചേലിൽ ജോസഫ് അങ്ങനെ വട്ടമിട്ട് പറക്കും. അക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ചെളിപ്പാടത്ത് പാഞ്ഞു പോകുന്ന മരത്തിലിരിക്കുക എനിക്കൊരു ഹരമായിരുന്നു. കഥ തുടങ്ങുന്നത് നാളുകൾക്ക് ശേഷം നാട്ടിലെത്തുന്ന കഥാനായകനെ വിവരിച്ചുകൊണ്ടാണ്. വരവിൻ്റെ പ്രഥമ ശുശ്രൂഷകൾ കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ ആ ഒരു സ്വീകരിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട് ചുറ്റാൻ ഇറങ്ങി. അന്നേരം അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ജോസഫിൻ്റെ രൂപമാണ്. അപ്പം ജോസഫ് ആരാണ് എന്നാണ് പിന്നീട് പറയുന്നത്. പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവർക്ക് ധാരാളം തോട്ടങ്ങളും തൊടിയും പാടവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഒരു പണിക്കാരനായിരുന്നു ഈ ജോസഫ്. പക്ഷെ ആ പണിക്കാരിലും കുറച്ചുകൂടി ഉയർന്ന സ്ഥാനമായിരുന്നു ജോസഫിന് ആ കുടുംബക്കാർ നൽകിയിരുന്നത്. കീഴ്ത്തൊഴിലാളികളാണ് നിലമുഴുന്ന പണിയൊക്കെ ചെയ്യുക. ഉഴവെല്ലാം കഴിഞ്ഞ് പാടം മരമടിക്ക് പാകമായാൽ മാത്രമാണ് ജോസഫ് വരിക. അങ്ങനെ പാകമായി കഴിഞ്ഞാൽ അയാളുടെ കൂരയിലേക്ക്, കൂര എന്നാൽ കുടിൽ എന്നാണ് അർത്ഥം, കുടിലേക്ക് ഏതെങ്കിലും ഒരു ബാല്യക്കാരൻ പോകുന്നു. ഈ മരമടി എന്നാൽ ഉഴവിന് ശേഷം മണ്ണ് ഇളകിയിരിക്കും, അല്ലേ? പാടങ്ങളിലെ മണ്ണ് വളരെയധികം ഇളകിയിരിക്കും. വിത്തിടാനോ നടീലിന് മുമ്പോ മരത്തടി കൊണ്ട്
മണ്ണ് അമർത്തി ഈ പൊളിഞ്ഞ കട്ടകളൊക്കെ പൊട്ടിച്ച് പാടം സമമാക്കുന്ന പ്രവൃത്തിയെയാണ് മരമടി എന്ന് പറയുന്നത്. ഉഴവിന് ശേഷം മണ്ണടിച്ച് കട്ടിയാക്കൽ അല്ലെങ്കിൽ അത് സമമാക്കൽ എന്നതാണ് ഈ മരമടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മരമടിക്ക് വേണ്ടി മാത്രമാണ് ഈ ജോസഫ് പാടത്തിലേക്ക് ഇറങ്ങുന്നത്. അതൊരു പ്രത്യേക കഴിവാണെന്നാണ് പിന്നീട് കഥാനായകൻ വിവരിക്കുന്നത്. ആ അറിയിപ്പ് എത്തിയാൽ തലയിൽ ഒരു ചുട്ടിത്തോർത്തൊക്കെ കെട്ടി കൈകളൊക്കെ ആഞ്ഞു വീശി അയാളുടെ ഒരു വരവുണ്ട്. ഭയങ്കര പ്രൗഢിയോടുകൂടി ഗാംഭീര്യത്തോടു കൂടിയുള്ള ആ വരവ്. അച്ഛനെ വണങ്ങിയിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്ന മരത്തിൽ കാൽ വെച്ച് കയറും. ആ മരമടിക്ക് പാകത്തിലുള്ള മരം ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതിൽ കയറി കാളകളുടെ കടിഞ്ഞാണൊന്ന് വലിച്ചിട്ട് ആക്രോശിക്കുക, ഉച്ചത്തിൽ ശബ്ദിക്കുക. ഉരുക്കൾ പറന്നു തുടങ്ങും. ഉരുക്കൾ എന്നാൽ കന്നുകാലികളെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇടം വലം ചാട്ട വായിച്ച് കടിഞ്ഞാണിളക്കിയും ഉദ്ധതനായ തേരാളിയുടെ ചേലിൽ എന്നുവെച്ചാൽ നായകൻ പട നയിക്കുന്നവരെയാണ് അങ്ങനെ പറയുക. തേരിൽ ഇരുന്നു കൊണ്ട് പട നയിക്കുന്ന ഒരു നായകന്റെ ചേലിൽ, ഒരു പടനായകന്റെ ഭംഗിയിൽ ജോസഫ് എന്ത് ചെയ്യും? ആ പാടശേഖരം മുഴുവൻ വട്ടമിട്ട് പറക്കുന്നത് കാണാം. അപ്പം അന്ന് ഈ കഥാനായകൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. ആ ചെളിപ്പാടത്ത് പാഞ്ഞു പോകുന്ന മരത്തിലിരിക്കുക ആ കുട്ടിയായിരുന്ന അയാൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു, ഹരമായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് വായിക്കാം. അതിന് ഇടയ്ക്കിടെ അവസരം തന്നിരുന്നത് കൊണ്ടാണ് ഞാൻ ജോസഫിനെ ഗാഢമായി സ്നേഹിച്ചിരുന്നത്. അയാൾ എന്തു കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛന് കൊണ്ടുവരുന്ന പ്രാതലിൻ്റെ ഒരു ഓഹരി ജോസഫിന് അവകാശപ്പെട്ടതായിരുന്നു. ജോസഫിന് മാത്രം. മരമടി കഴിഞ്ഞാൽ ജോസഫ് കടിഞ്ഞാണെറിഞ്ഞിട്ട് നിലത്തിറങ്ങി ഊക്കായിട്ടൊന്ന് മുക്രയിട്ട് കരയിലേക്ക് പോരും. മരം നുകത്തിൽ നിന്ന് അഴിക്കുന്നതും കാളയുടെ കഴുത്തിൽ നിന്ന് നുകം മാറ്റുന്നതും സിൽബന്ദികളുടെ പണിയാണ്. വിശാലമായ മണക്കണ്ടത്തിൽ പന്തിരുന്നാഴിയിൽ വേലപ്പറമ്പിൽ ജോസഫ് അങ്ങനെ പറന്നു പാഞ്ഞ് എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴുമുണ്ട്. ജോസഫിൻ്റെ കാലൂന്നുന്ന വയൽ താനേ പൊലിക്കുമെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു. ജോസഫിൻ്റെ വീടു തേടി ഞാൻ ചെന്നു. പഴയ ഓലപ്പുരയുടെ സ്ഥാനത്ത് ഓടിട്ട് വെള്ള പൂശിയ വീട്. പുറത്ത് ആരെയും കണ്ടില്ല. ഞാൻ ഒച്ചയിട്ടു, ആരുമില്ലേ ഇവിടെ? 14 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തു വന്നു. ജോസഫ് ഇല്ലേ ഇവിടെ? എവിടെയെങ്കിലും കാണും, ചെന്ന് നോക്ക്, അവൾ എൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. കുട്ടി ജോസഫിൻ്റെ. അവൾ അത് കേൾക്കാത്ത മട്ടിൽ കയറിപ്പോയി. ഞാൻ നടന്നു തെളിനീരൊഴുകുന്ന തോട്ടുവക്കിലൂടെ. ഒരു കാലത്ത് ഞങ്ങളുടേതായിരുന്ന പാടങ്ങൾ ഇപ്പോൾ അവയുടെ ഉടമസ്ഥർ ആരെന്ന് പോലും നിശ്ചയമില്ല. മണക്കണ്ടം ഒന്നാന്തരമൊരു റബ്ബർ തോട്ടമായിരിക്കുന്നു. പന്തിരുന്നാഴി വാഴത്തോപ്പാണ്. വേലപ്പറമ്പിൽ സങ്കരയിനം തെങ്ങുകൾ നിറയെ കായ്ച്ചു മതിച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തെ വയലൊരു അക്കേഷ്യാവനം. ഒരു നുണുങ്ങു നെൽപ്പാടം ഒരിടത്തും കണ്ടില്ല. 2 ആൾ പൊക്കം വളർന്ന മരച്ചീനി, കുണുങ്ങി ഉലയുന്ന കാറ്റാടി മരങ്ങൾ. ഈശ്വര, ഇപ്പോഴീ നാട്ടിൽ പുത്തിരിയൂണുണ്ടാവില്ലേ? എതിരെ വന്ന വൃദ്ധനോട് ഞാൻ ചോദിച്ചു, ജോസഫിനെ അറിയുമോ? പഴയൊരു കൃഷിക്കാരൻ. നിങ്ങളാരാ? ഞാൻ എൻ്റെ പേരും കുടുംബ പേരും പറഞ്ഞു. ഓ, നിങ്ങളുടെ പഴയ കൃഷിക്കാരൻ. ആ, തോട്ടുവരമ്പിൽ എവിടെയെങ്കിലും കാണും. പുള്ളിക്കിപ്പോൾ നല്ല സുഖമില്ല, പ്രായമായില്ലേ? വൃദ്ധൻ നടന്നു. ഞാൻ പിന്നെയും ചിലരോട് തിരക്കി. അവർ വല്ലാതൊന്ന് ചിരിച്ച് ഒരേ ഉത്തരം പറഞ്ഞു, ഇവിടെ എങ്ങാണ്ട് കാണും. ഞാൻ വീണ്ടും ചുറ്റിത്തിരിഞ്ഞു. ഒടുവിൽ ആഫ്രിക്കൻ പായൽ തഴച്ച കുളത്തിൻ്റെ വരമ്പിൽ കൂനിക്കൂടിയിരിക്കുന്ന ഒരു രൂപം കണ്ട് അടുത്തു ചെന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ജോസഫ് തന്നെ എന്ന് തിട്ടമായി. ഞാൻ സ്നേഹപൂർവ്വം വിളിച്ചു, ജോസഫേ. അയാൾ തലയുയർത്തി വളരെ ക്ലേശിച്ച് എണീറ്റ് അടുത്തു വന്നു. എന്നെ ആപാദചൂടമൊന്ന് നോക്കിയിട്ട് ഒറ്റ ചോദ്യം, എനിക്കിത്തിരി നിലം തരുമോ ഈ വിത്തു വിതയ്ക്കാൻ? അയാൾ കക്ഷത്ത് ഭദ്രമായി ഇറുക്കി പിടിച്ചിരിക്കുന്ന മുഷിഞ്ഞ തുണിക്കെട്ട് പൊക്കിക്കാട്ടി. ഞാൻ അമ്പരന്നു നിൽക്കെ അയാൾ തുടർന്നു, ഇത് വിതയ്ക്കാനുള്ള മണ്ണ്, ഇരുന്നാഴി പൊന്നാര്യൻ. തരുമോ നിങ്ങൾ മണ്ണ്?
ഞാൻ കുറേ കാലമായിട്ട് ഇതും കിഴികെട്ടിക്കൊണ്ട് നടക്കുക, തരുവോ? അയാൾ പൊട്ടിക്കരഞ്ഞു. റബ്ബർ കാടുകളിൽ, കാറ്റാടി മരങ്ങളിൽ, വാഴത്തോപ്പുകളിൽ കാറ്റ് ചൂളമടിച്ചു. കുട്ടിയായിരുന്നപ്പോൾ ആ മരപ്പലകയിൽ ഇരുന്ന് ചളിപ്പാടത്തിലൂടെ സഞ്ചരിക്കാൻ അവസരം കൊടുത്തിരുന്ന ജോസഫിനെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്ത് കൽപ്പിച്ചാലും അതൊക്കെ ചെയ്തു കൊടുക്കാൻ കുട്ടിയായിരുന്ന കഥാനായകൻ തയ്യാറുമായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛനു വേണ്ടി കൊണ്ടുവരുന്ന പ്രഭാത ഭക്ഷണത്തിലെ ഒരു ഓഹരി ജോസഫിന് അവകാശപ്പെട്ടതാണ്. ഇനി മരമടിയൊക്കെ കഴിഞ്ഞാൽ കടിഞ്ഞാണെറിഞ്ഞിട്ട് നിലത്തിറങ്ങി ഊക്കായിട്ടൊന്ന് മുക്രയിട്ട് കരയിലേക്ക് പോരും. അപ്പോൾ അതൊരു ഗാംഭീര്യമാണ്. പോരാത്തതിന് അയാൾ കാൽ വയ്ക്കുന്ന നിലം എന്തായി മാറും? താനേ പൊലിക്കുമെന്ന് നാട്ടിലൊരു ചൊല്ലുമുണ്ട്. അപ്പോൾ അയാൾ ഒരു ഐശ്വര്യം നിറഞ്ഞ കൃഷിക്കാരനായിട്ടാണ് നാട്ടുകാരുടെ കാഴ്ചപ്പാട്. മണക്കണ്ടം എന്നാൽ വിശാലമായ പാടഭൂമി അല്ലെങ്കിൽ വയൽ പ്രദേശം എന്നൊക്കെയാണ് അർത്ഥം. സാധാരണയായി കണ്ണെത്തും വരെ പരന്നു കിടക്കുന്ന തുറന്ന കൃഷിയിടത്തെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പന്തിരുന്നാഴി എന്നാൽ ഒരു അളവാണത്. നാഴി എന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന അളവിൻ്റെ ഒരു യൂണിറ്റാണ്, ഏകകമാണ്. പന്തിരുന്നാഴി എന്ന് പറഞ്ഞാൽ 12 നാഴി വിത്ത് വിതയ്ക്കാൻ കഴിയുന്നത്ര വിസ്തീർണമുള്ള പാടം എന്നാണ് സൂചന. ഇങ്ങനെ ഈ വിശാലമായ മണക്കണ്ടത്തിൽ, പന്തിരുന്നാഴിയിൽ, വേലപ്പറമ്പിലൊക്കെ ഇങ്ങനെ പറന്നു പാഞ്ഞ് നടക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ചുറുചുറുക്കുള്ള ജോസഫിനെ കഥാനായകൻ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് നാട്ടിൽ വന്നപ്പോൾ ആദ്യം തന്നെ അയാളെ കാണണമെന്ന് തീരുമാനിക്കുന്നത്. ജോസഫിൻ്റെ വീട് തേടി പോകുന്നു. അവിടെ 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി പറഞ്ഞത് എവിടെയെങ്കിലും കാണും, ചെന്ന് നോക്കുക എന്നാണ്. ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് ആ കുട്ടിയുടെ മറുപടി. ഏതായാലും ജോസഫിനെ തേടി അയാൾ ഇറങ്ങുന്നു. വഴിയിൽ വെച്ച് കണ്ട ഒരു വൃദ്ധനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അയാൾക്ക് വയസ്സായി, കുറച്ച് സുഖമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ജോസഫിനെ അന്വേഷിച്ച് പോകുന്ന വഴിയിൽ ഈ മണക്കണ്ടം കാണുന്നുണ്ട്. അതിപ്പോൾ ഒന്നാന്തരം ഒരു റബ്ബർ തോട്ടമായിരിക്കുന്നു. പന്തിരുന്നാഴി വാഴത്തോപ്പായി മാറിയിരിക്കുന്നു. വേലപ്പറമ്പ് സങ്കര ഇനം തെങ്ങുകൾ കൊണ്ട് നിറയെ കായ്ച്ച് മതിച്ച് നിൽക്കുന്നു. അതിനുമപ്പുറത്ത് അക്വേഷ്യ വനമാണ്. പാടശേഖരങ്ങളെ കാണാനില്ല എന്നുള്ളതാണ്. ഇവിടെ നാണ്യവിളകൾക്ക് പ്രചാരം ലഭിച്ചൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയൊക്കെ ഇത്തരത്തിലുള്ള നാണ്യവിളകൾക്ക് വഴിമാറി കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നുണ്ട്, ഇവിടെ പുത്തിരി ഊണുണ്ടാവില്ലേ അല്ലേ? ആദ്യമായിട്ട് കൊയ്ത് കിട്ടുന്ന നെല്ലുകൊണ്ട് കഴിക്കുന്ന ഊണാണ് പുത്തിരി ഊണ്. അപ്പോൾ പാടശേഖരമേ ഇല്ലാത്ത ഈ പ്രദേശത്ത് എങ്ങനെയാണ് നാട്ടുകാർ പുത്തിരി ഊണ് കഴിക്കുക? അപ്പോൾ അതൊക്കെ ആദ്യകാലത്തെ, പണ്ടുകാലത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ഇനി എങ്ങനെയാണ് പുത്തിരി ഉണ്ണാൻ കഴിയുക എന്ന് ആശങ്കപ്പെടുകയാണ്. ഒടുവിൽ പലരോടും തിരക്കി ജോസഫിനെ കണ്ടെത്തുന്നു. ആഫ്രിക്കൻ പായൽ തഴച്ച കുളത്തിൻ്റെ വരമ്പിൽ കൂനിക്കൂടിയിരിക്കുന്ന രൂപം സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് തൻ്റെ പണ്ടത്തെ ആ കൃഷിക്കാരനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. പക്ഷേ സ്നേഹപൂർവ്വം ജോസഫെ എന്ന് വിളിച്ചപ്പോൾ വളരെ ക്ലേശിച്ച് പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് അടുത്തേക്ക് വരുന്നു. ആപാദചൂടം നോക്കിയിട്ട്, ആപാദചൂടം കാൽപാദം മുതൽ ശിരസ് വരെ അല്ലേ, അടി മുതൽ മുടി വരെ നോക്കിയിട്ട് ഒറ്റ ചോദ്യമാണ്, എനിക്ക് ഇത്തിരി നിലം തരുമോ ഈ വിത്ത് വിതയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു തുണിക്കെട്ട് പൊക്കിക്കാട്ടുന്നു. അദ്ദേഹം അമ്പരന്ന് നിൽക്കുകയാണ്. ഈ വിത്ത് വിതയ്ക്കാൻ, അതായത് ഇരുന്നാഴി പൊന്നാര്യൻ. പൊന്നാര്യൻ എന്നുള്ളത് ഒരു തരം നെൽവിത്തിൻ്റെ പേരാണ്. തരുമോ നിങ്ങൾ മണ്ണ്? ഞാൻ കുറേ കാലമായിട്ട് ഇത് കിഴി കെട്ടി കൊണ്ട് നടക്കുക, തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിക്കരയുന്നു. അപ്പോൾ എന്നും കൃഷി ചെയ്തിരുന്ന ഒരു കർഷകന് കൃഷിഭൂമിയെ ഇല്ലാതാവുമ്പോഴുള്ള ആ ദയനീയതയാണ് ഈ കഥയുടെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അയാൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നാണ്യവിളകൾ സമൃദ്ധമായി നിൽക്കുന്ന റബ്ബർ കാടുകൾ, കാറ്റാടി മരങ്ങൾ, വാഴത്തോപ്പുകളിലൊക്കെ കാറ്റ് ചൂളമടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. വിത്ത് വിതയ്ക്കാൻ മണ്ണില്ലാതെ വരുന്ന കർഷകന്റെ ദൈന്യമാണ് കഥ പങ്കുവെക്കുന്നത്. വയലും കൃഷിയും ഹൃദയത്തിൽ ഏറ്റിയ കുറേ മനുഷ്യരുണ്ട്. അവരിൽ ഒരാളാണ് ജോസഫ്. ഉദ്ധതനായ തേരാളിയുടെ ചേലിൽ
വയലിലൂടെ പറന്നുപാഞ്ഞു നടന്നിരുന്ന ജോസഫിൽ നിന്ന് ആഫ്രിക്കൻ പായൽ തഴച്ച കുളത്തിൻ്റെ വരമ്പിൽ കൂനിക്കൂടിയിരിക്കുന്ന ജോസഫിലേക്കുള്ള ദൂരം കർഷക ജീവിതത്തിൻ്റെ പതനത്തിൻ്റെ ദൂരം തന്നെയാണ്. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വരാം. കേൾക്കാം, ആസ്വദിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്തോടെ പാഠഭാഗം ഒറ്റയ്ക്കും സംഘമായും വായിച്ച് മികച്ച അവതരണം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കഥയാണ്. ആശയവ്യക്തത, വൈകാരിക ഭാവം, ശബ്ദ നിയന്ത്രണം, ഉച്ചാരണം എന്നിവയൊക്കെ മനസ്സിൽ കണക്കാക്കി ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ കഥ ആസ്വദിച്ച് വായിക്കുക. അടുത്തത് ഹ്രസ്വ ചലച്ചിത്രം നിർമ്മിക്കാനാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ നിങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. ജോസഫ് എന്ന കഥയെ തിരക്കഥയാക്കി മാറ്റി എഴുതൂ. ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിനെ ഒരു ഹ്രസ്വ ചിത്രമായി ആവിഷ്കരിക്കാം. അപ്പോൾ മുൻ ക്ലാസ്സുകളിൽ ഹ്രസ്വചിത്രം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിരക്കഥ മനസ്സിൽ വെച്ചുകൊണ്ട് ജോസഫ് എന്ന കഥയ്ക്ക് ഒരു തിരക്കഥ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അതിനു വേണ്ടിയുള്ള ലൊക്കേഷൻ, കഥാപാത്രങ്ങൾ എന്നിവരെയൊക്കെ ഒരുക്കി മികച്ച രീതിയിൽ ഒരു ഹ്രസ്വ ചലച്ചിത്രം നിർമ്മിക്കാവുന്നതാണ്. അടുത്തത് കാർഷിക പദകോശം. മണക്കണ്ടം, പന്തിരുനാഴി, നുകം ഈ പദങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇവയെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ പദങ്ങളും അവയുടെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തി കാർഷിക പദകോശം തയ്യാറാക്കുക. അറുത്തുകെട്ടുക. നീളമുള്ള വൈക്കോലുകളുള്ള നെല്ലിനങ്ങൾ കൊയ്തെടുക്കാൻ കതിരിനോട് ചേർന്ന് മുകൾ ഭാഗം മാത്രം മുറിച്ച് കറ്റയായി കെട്ടുക. ഇതിനാണ് അറുത്തുകെട്ടുക എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഇടിഞ്ഞുകുത്തുക. വിരിപ്പ് കൃഷിക്ക് വിതച്ചു കഴിഞ്ഞാൽ മുള അധികമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറവുള്ളിടത്തേക്ക് പറിച്ചു നടൽ, അതിനെയാണ് ഇടിഞ്ഞുകുത്തുക എന്ന് പറയുന്നത്. ഉതിർമണി. നെൽക്കറ്റകൾ കളത്തിലിടുമ്പോൾ തറയിൽ ഉതിർന്നു വീഴുന്ന നെന്മണികൾ. കളം. നെല്ല് മെതിക്കുന്നതിനായി ഒരുക്കിയിടുന്ന സ്ഥലമാണ് കളം. മണക്കണ്ടം. വലിയ വിശാലമായ പാടഭൂമി അല്ലെങ്കിൽ വയൽ പ്രദേശം. സാധാരണയായി കണ്ണെത്തും വരെ പരന്നു കിടക്കുന്ന തുറന്ന കൃഷിയിടം സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നു. പന്തിരുന്നാഴി. നാഴി എന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവിൻ്റെ ഏകകമാണ്. പന്തിരുന്നാഴി എന്ന് പറഞ്ഞാൽ 12 നാഴി വിത്ത് വിതയ്ക്കാൻ കഴിയുന്നത്ര വിസ്തീർണമുള്ള പാടം എന്ന സൂചന. നുകം. നുകം എന്നത് കാളകളുടെയോ എരുമകളുടെയോ കഴുത്തിലിടുന്ന മരത്താലോ ഇരുമ്പാലോ നിർമ്മിച്ച ഉപകരണമാണ്. ഉഴവുപണി, മരമടിക്കൽ, ചരക്കുവലിക്കൽ തുടങ്ങിയ കൃഷിപ്പണികളിൽ കാളകളെ ചേർത്ത് നിയന്ത്രിക്കാനും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനും നുകം ഉപയോഗിക്കുന്നു. കൃഷിയുടെ പരമ്പരാഗത ഉപകരണങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ഒന്നാണ് നുകം. മരമടി. മരത്തടി കൊണ്ട് മണ്ണ് അമർത്തി പൊളിഞ്ഞ കട്ടകൾ പൊട്ടിച്ച് പാടം സമമാക്കുന്ന പ്രവൃത്തി. കഥ ഏവരും ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.